നമസ്കാരം എല്ലാവർക്കും. ഞാൻ ഡോക്ടർ സുനിൽ കുമാർ. ഹിപ്നോട്ടിസം പരിശീലനം വിവിധ ജില്ലകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഉള്ള ഈ ഗ്രൂപ്പിൽ ഹിപ്നോട്ടിസം പരിശീലനത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ഒരു മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റിമറിക്കാൻ പറ്റുന്ന അസാധാരണമായ ഒരു ടൂളാണ്. പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അത് ഈ സ്ട്രീറ്റിൽ എവിടെയെങ്കിലും കാണിക്കുന്ന അല്ലെങ്കിൽ സ്റ്റേജിൽ കാണിക്കുന്ന ചില ടെക്നിക്കുകൾ മാത്രമാണോ എന്നൊക്കെ, അല്ലെങ്കിൽ ആരെങ്കിലും ഹാലുസിനേഷൻ ഉണ്ടാക്കുന്ന പ്രക്രിയ, മരിച്ചു പോയ ആളെ കാണിക്കുന്ന പ്രക്രിയയാണ് ഹിപ്നോട്ടിസം എന്നൊക്കെയാണ് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ പലരും ആ വിധത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഒരിക്കലുമല്ല. ഹിപ്നോട്ടിസത്തിൽ മെന്റലിസത്തിലെ പോലെയോ മാജിക്കിലെ പോലെയോ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതോ കൈയടക്കങ്ങളോ കൈവേഗതകളോ ഒന്നുമുള്ള കാര്യമല്ല. നമ്മുടെ ശബ്ദം കൊണ്ട് ഒരാളെ കൃത്യമായ അർത്ഥബോധാവസ്ഥയിലേക്ക് കൊണ്ടുപോയി അയാളുടെ മനസ്സിന് പരിവർത്തനങ്ങൾ വരുത്തി ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും പുരോഗതി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വലിയ ആയുധമാണ്. അതിന് കൃത്യമായ ശാസ്ത്രീയമായ ബാക്ക്ഗ്രൗണ്ട്. അത് ഒരാളെ ബിസിനസ് രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരുവാനും അയാളുടെ കുടുംബജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും വ്യക്തിപരമായ അയാൾക്കുള്ള ഉത്കണ്ഠകൾ മാറ്റുവാൻ, കുടുംബജീവിതത്തിൽ വൈകാരികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ധാരാളം ഇഷ്യൂസ് ഉണ്ടാകുമല്ലോ, മാനസിക നില മാറിപ്പോകുന്ന അവസ്ഥയുണ്ട് പലപ്പോഴും. അതിനെയൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് നമുക്ക് ഹിപ്നോസിസ് എന്ന മാർഗത്തെ ഒരു തെറാപ്പി സ്റ്റൈലിൽ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിലെ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് തന്നെ സ്വയം പരിവർത്തനങ്ങൾക്ക് വിധേയമാകാനുള്ള മാർഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് സെൽഫ് ഹിപ്നോസിസ് എന്ന് പറയുന്ന ഭാഗം വരുമ്പോൾ അത് അവരവർക്ക് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന കാര്യമാണ്. നമ്മളൊരു അസുഖമെന്ന് പറഞ്ഞാൽ മരുന്ന് മേടിക്കാനായിട്ട് ആൻറ്റിബയോട്ടിക് മേടിച്ചു നമുക്ക് 7 ദിവസം ഈ സെൽഫ് ഹിപ്നോസിസ് ചെയ്ത് നോക്കൂ, കൃത്യമായ മാറ്റങ്ങൾ അതിൽ പ്രകടമായി. നമ്മുടെ മനസ്സ് അങ്ങനെയാണ്. നമ്മുടെ മനസ്സിനെ, ഉപബോധ മനസ്സിനെ പ്രത്യേകിച്ച് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ അവനത് കൃത്യമായി അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കും. അതല്ലെങ്കിൽ വഴിതെറ്റിക്കും. ചരട് പൊട്ടിയ പട്ടം പോലെ മനസ്സിങ്ങനെ കിടന്നതാണ്. അപ്പോൾ അവനെയൊക്കെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റുന്ന വലിയൊരു ഉപാധിയാണ്. ഇതിൻ്റെ അസാധാരണമായൊരു കഴിവെന്ന് പറയുന്നത് നമുക്ക് ഈ പ്രായം കുറിച്ചുകൊണ്ടുവന്നുള്ള ഏജ് റിഗ്രഷൻ വരെയുണ്ട്. നമ്മുടെ പണ്ട് കാലത്ത് സംഭവിച്ചിട്ടുള്ള നല്ല കാര്യങ്ങളെ നമുക്കിപ്പോൾ നേരിട്ടറിയില്ലെങ്കിലും ഉപബോധ മനസ്സിലൂടെ കൊണ്ടുപോയി അവിടെ നിന്ന് ആ നല്ല കാര്യങ്ങളുടെ സ്മരണകളെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഈ കാലഘട്ടത്തിൽ ഉണർത്താൻ പറ്റും. ഇനി പണ്ട് കാലത്ത് നമ്മൾ ട്രോമയാണെന്ന് വെച്ചോളൂ, ആ ട്രോമയെ തിരുത്താനായിട്ട് നമുക്ക് ഈ ഹിപ്നോസിലൂടെ പറ്റും. ഇപ്പോൾ എൻ്റെ ഓഫീസിൽ തന്നെ ഇവിടെ വരുന്നവർ കൗൺസിലിങ്ങും ഹിപ്നോസിസും കൂടി ഒരുമിച്ച് ചെയ്യിക്കുന്നവരുണ്ട്. അപ്പോൾ അതിൽ വളരെ പവർഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നു. ചിലർ പൂർവ്വജന്മത്തിലേക്ക് വരെ പോകുന്നുണ്ട്. പൂർവ്വജന്മത്തിൻ്റെ ശാസ്ത്രീയത തെളിയിക്കപ്പെട്ടിട്ടില്ല എങ്കിലും നമുക്കിതിലൂടെ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ പൂർവ്വജന്മ സ്മൃതികളിലേക്ക് വരെ പോകാൻ പറ്റുന്നു. ഇപ്പം നമ്മളെ നോർമൽ കേസിൽ അവർ അറിയാൻ പാടില്ലാത്ത, എന്നാൽ ഹിപ്നോസിൽ മാത്രം അറിയാവുന്ന അത്തരം ചില കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. ഇനി സ്പോർട്സ് രംഗത്ത് അവരെ എൻഹാൻസ് ചെയ്യാൻ ഇത് ഉതകുന്നുണ്ട്. അതുപോലെ സൈക്കോസൊമാറ്റിക് ഡിസോർഡർ, നമുക്ക് മാനസികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് പെട്ടെന്നൊരു ശാരീരിക പ്രശ്നം, ചില തലവേദനകൾ അങ്ങനെയാണ്. ചില ആങ്സൈറ്റി വരുമ്പോൾ തലവേദന, വയറുവേദന, നടുവേദന വരെ വരും. അത് ചിലപ്പോൾ മാനസികമായ ചെറിയൊരു ഇൻഡക്ഷൻ കൊടുത്ത് നമുക്ക് പരിഹരിക്കാവുന്ന കാര്യമുള്ളൂ. അതിന് പോയി ഉടനെ മരുന്ന് മേടിച്ച് വരിക്കുന്നവരാണ് നമ്മൾ അധികം പേര്. ഈവൻ ഗൈനക്കോളജിയിൽ, അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത്, സ്പോർട്സ് രംഗത്ത്, ജനറലായിട്ടുള്ള ആരോഗ്യ രംഗത്ത്, മാനസികാരോഗ്യ രംഗത്ത്, കലാരംഗത്ത് കലാകാരന്മാരും കലാകാരികളും ഒക്കെ അവരുടെ പെർഫോമൻസ് മാക്സിമത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഹിപ്നോസിസിന് വിധേയമായി അവരുടെ മനസ്സിനെ എംപവർ ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ ഈ ക്ലാസ്സുകളിൽ മാസ് ഹിപ്നോട്ടിസം ചെയ്യിക്കുന്നുണ്ട്. ഒരു ഗ്രൂപ്പ് നമ്മുടെ മുമ്പിൽ വന്നാൽ അവരെല്ലാം എംപവർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള റാപ്പിഡായിട്ട് കൊടുക്കുന്ന ഇൻഡക്ഷൻസും മെല്ലെ കൊടുക്കുന്ന ഇൻഡക്ഷൻസും പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു കുട്ടിക്കളി അല്ല ഹിപ്നോസിസ് എന്ന് ആദ്യം മനസ്സിലാക്കുക. അത് കൃത്യമായി നമുക്കൊരു തെറാപ്യൂട്ടിക്സ് സൈഡിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് പഠിക്കാൻ വരുന്നു, അതോടൊപ്പം നിങ്ങളും ഒരു മാറ്റത്തിന് വിധേയമാകുക. അതുകൊണ്ട് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമുക്ക് കാണാം. താങ്ക് യു വെരി മച്ച്.